രാധാകൃഷ്ണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. രാധാകൃഷ്ണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ഗജേന്ദ്രമോക്ഷം കഥ തുടരാം. എല്ലാവരും വിട്ടുപിരിഞ്ഞു പോയിട്ടും തൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ടായിരുന്നു ആ ഗജേന്ദ്രനെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ വിശ്വാസം സ്വന്തം ശക്തി കൊണ്ട് രക്ഷയില്ല എന്ന് മെല്ലെ മെല്ലെ ആ ഗജേന്ദ്രന് ബോധ്യം വന്നു. ഒരു രക്ഷയുമില്ല എന്ന് ബോധ്യം വന്നപ്പോൾ തൻ്റെ പൂർവകാല ജന്മത്തിൽ സ്തുതിച്ച സ്തുതികളും മന്ത്രങ്ങളും കൊണ്ട് ഭഗവാനെ സ്മരിച്ചു. ഭഗവാനെ സ്മരിക്കുകയല്ലാതെ ഒരു രക്ഷയുമില്ല. അത്രത്തോളം ഗജേന്ദ്രൻ തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാനെ സ്മരിച്ച് സ്തോത്രങ്ങളും സ്തുതികളും കൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ തുടങ്ങി. ഭക്തിയുടെ മഹത്വത്തിൽ 1000 കൊല്ലം എതിർത്തു നിന്ന ആ ഗജേന്ദ്രൻ അവസാനം ഭഗവാന്റെ പാദങ്ങളിൽ ഏകാഗ്രസിദ്ധിക്ക് വേണ്ടി സ്തുതിച്ചുകൊണ്ടേയിരുന്നു. അവശനായ ആ ഗജേന്ദ്രൻ്റെ മുമ്പിൽ അതാ ഭഗവാൻ ഗരുഡൻ്റെ പുറത്തു കയറി പ്രത്യക്ഷപ്പെട്ടു. ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഭഗവാൻ ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല. അങ്ങനെ ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാനെ കണ്ട് ഗജേന്ദ്രൻ താമരപ്പൊയ്കയിൽ നിന്ന് തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ഭഗവാന് അർപ്പിച്ചു. ഭഗവാനേ അഖില ഗുരോ ഭഗവൻ നമസ്തേ. അങ്ങനെ ഭഗവാൻ ഗരുഡൻ്റെ പുറത്തു നിന്ന് ഇറങ്ങിയിട്ട് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് തന്നെ ഗജേന്ദ്രനെ പിടിച്ച് കരയ്ക്ക് കയറ്റി. ഗജേന്ദ്രൻ്റെ കാലിൽ കടിച്ചിരിക്കുന്ന ആ മുതലയെ ഭഗവാന്റെ കയ്യിലുള്ള ചക്രം കൊണ്ട് തൊടുത്തുവിട്ടു. അങ്ങനെ ഗജേന്ദ്രൻ മുതലയുടെ വായിൽ നിന്ന് മോചിതനായി. പിന്നെ ആ ഗജേന്ദ്രൻ ഭഗവാന് സമാനമായി ദിവ്യരൂപം പ്രാപിച്ചവനായിട്ട് ശോഭിച്ചു എന്നാണ് പറയണത്. മുതലയാണെങ്കിൽ മുതലയുടെ രൂപം കൈവിട്ട് ഒരു ഗന്ധർവനായി മാറി. ആ സമയത്ത് ഗജേന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, ഗജേന്ദ്രമോക്ഷം എന്ന ഈ കഥയിലെ ഗജേന്ദ്രനെയും ഭഗവാനെയും ഏതൊരാളാണോ പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നത്, കേൾക്കുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത്, അയാൾ ഉത്തമമായ ശ്രേയസ്സുള്ളവനാകും എന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഭഗവാനെ പോലെ ഇരിക്കുന്ന ആ ഭക്തനെയും കൂട്ടിയിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളി എന്നാണ് പറയുന്നത്. ഭാഗവതത്തിലെ 33 ശ്ലോകങ്ങളുള്ള ഗജേന്ദ്ര സ്തുതി നിത്യവും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നാരായണീയത്തിൽ ദശകം 26 ഗജേന്ദ്രമോക്ഷം എന്ന ദശകം രാവിലെ സമയത്ത് ചൊല്ലുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്.
ഭഗവാനെ അഖില ഗുരു ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.